വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ പാസ്പോർട്ട് കോൺസുലർ സേവനങ്ങൾക്കായുള്ള പുതിയ കരാർ നടപടികൾ ഡൽഹി ഹൈക്കോടതി ഇന്ന് റദ്ദാക്കി. UAE, കുവൈറ്റ്, സിംഗപ്പൂർ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ പുതിയ കരാറുകൾക്ക് ഈ തീരുമാനം ബാധകമാണ്. ടെൻഡർ നടപടികൾ സുതാര്യമല്ല എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് കോടതി ഇങ്ങനൊരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ഇതോടെ അൽ ഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസിന് UAE-യിൽ സേവനം തുടങ്ങാൻ കഴിയില്ല. വിവരങ്ങളുമായി ദുബായിൽ നിന്ന് സുരേഷ് വെള്ളിമുറ്റം ചേരുന്നു. സുരേഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷക്കണക്കിന് പ്രവാസി ഇന്ത്യക്കാരെ ബാധിക്കുന്ന അതിസുപ്രധാനമായിട്ടുള്ള ഉത്തരവാണ് ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. UAE, കുവൈറ്റ്, സിംഗപ്പൂർ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെ പ്രവാസി ഇന്ത്യക്കാരെയാണ് ഈ ഉത്തരവ് ബാധിക്കുക. പാസ്പോർട്ട് പുതുക്കൽ, നിലവിലുള്ള പാസ്പോർട്ട് പുതുക്കൽ, പുതിയ പാസ്പോർട്ട് നൽകുന്നത്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്, വിവിധ സർട്ടിഫിക്കറ്റുകളുടെ അറ്റസ്റ്റേഷൻ തുടങ്ങിയവയൊക്കെ ബാധിക്കുന്നതാണ് ഇപ്പോഴത്തെ കോടതിയുടെ ഉത്തരവ്. ഇത് ജൂലൈ 1 മുതൽ പുതിയ ഏജൻസികൾ ഈ സേവനം ഏറ്റെടുക്കേണ്ടതായിരുന്നു. UAE-യിലാണെങ്കിൽ അൽ ഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ്, കുവൈറ്റിൽ അത് ഡു ഡിജിറ്റലൊക്കെ ഈ സേവനങ്ങൾ ഏറ്റെടുക്കേണ്ടതായിരുന്നു. കാരണം കഴിഞ്ഞ മാസം 30-ന് BLS-ന്റെ കരാർ അവസാനിച്ചതിനെ തുടർന്നാണ് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഇവർക്കൊക്കെ കരാർ നൽകിയത്. എന്നാൽ BLS-ഉം അതോടൊപ്പം തന്നെ മറ്റ് 2 കമ്പനികളും, ഈ ട്രാവ്ടെക്, വെരാസിസ് എന്ന് പറയുന്ന കമ്പനികളും ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ ടെൻഡർ നടപടികളിൽ സാങ്കേതിക പിഴവുണ്ട്, അത് സുതാര്യമല്ല. അതോടൊപ്പം തന്നെ കുവൈറ്റിലാണെങ്കിൽ പുതിയ ഏജൻസി ഉയർന്ന നിരക്ക് ഈടാക്കുന്നു. ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇവർ കോടതിയെ സമീപിച്ചത്. കോടതി പല തവണയായി കേസ് പരിഗണിച്ചതിന് ശേഷം അന്തിമ ഉത്തരവ് പറയുന്നതിന് മാറ്റിവെക്കുകയായിരുന്നു. ആ ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ ഉത്തരവിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. 1 മാസത്തിനുള്ളിൽ അടുത്ത കരാർ നടപടികൾ പൂർത്തിയാക്കണം, പുതിയ നടപടികളിലേക്ക് പോകേണ്ടതുണ്ട്. പുതിയ ആളുകൾ സേവനം ഏറ്റെടുക്കുന്നത് വരെ നിലവിലുള്ള സ്ഥിതി തുടരാമെന്നാണ് പറയുന്നത്. നിലവിലുള്ള സ്ഥിതി തുടരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BLS ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ സേവനം തുടരാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. UAE-യിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കോൺസുലേറ്റും എംബസിയുമാണ് സേവനം നൽകുന്നത്. അത് അടിയന്തര സേവനങ്ങൾ മാത്രമാണ് നൽകുന്നത്. ഏതായാലും ഈ ഉത്തരവിനെതിരെ ഇനിയിപ്പോൾ മേൽക്കോടതിയെ സമീപിക്കുന്ന നടപടികളൊക്കെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.